അങ്ങനെ എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മത്സരങ്ങൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. ഏഷ്യ കപ്പ് ദുബായ് ടൈം ഏകദേശം 6:30ക്കും, ഇന്ത്യൻ ടൈം 8 മണിയോട് കൂടിയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ദുബായിലെ അബുദാബിയിലൊക്കെ പിച്ച് നമുക്കറിയാം, ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും. ചാമ്പ്യൻസ് ട്രോഫി അവിടെയാണ് നടന്നത്. 2021 T20 വേൾഡ് കപ്പ് അവിടെയാണ് നടന്നത്. 2021 നോക്കുവാണെങ്കിൽ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു. 2022 നോക്കുവാണെങ്കിൽ നമ്മൾ ദുബായിൽ പരാജയപ്പെട്ടു. സോ നമുക്ക് 2021 2022 റെക്കോർഡ് അത്ര നല്ല റെക്കോർഡല്ല നമുക്ക് ദുബായിലുള്ളത്. ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചാണ്, സ്പിന്നർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പിച്ചാണ്. സോ ടോസ് അവിടെ ഒരു നിർണായകമായ ഒരു ഫാക്ടർ തന്നെ ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ നമുക്കറിയാം, ഏകദേശം 40+ ആണ് ദുബായിലേക്ക് ടെമ്പറേച്ചർ. സോ പിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും. ബോളിന് ഗ്രിഫ്റ്റ് കിട്ടാനും ടേൺ കിട്ടാനും വളരെ ചാൻസ് കൂടുതലായിരിക്കും. സോ ടോസ് വളരെ ഒരു നിർണായകമായ ഫാക്ടർ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടോസ് എടുക്കുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കുകയും ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പിച്ചായിട്ടാണ് പൊതുവെ അവിടെ കണക്കാക്കപ്പെടുന്നത്. നൈറ്റിൽ നോക്കുകയാണെങ്കിൽ അണ്ടർ ലൈറ്റിൽ കൂടുതൽ ഡ്യൂ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ബോളർമാർക്ക് അത്രമാത്രം ബെനിഫിറ്റ് കിട്ടാറില്ല. സോ ഈസി ആയിട്ട് സ്കോർ ചേസ് ചെയ്യാൻ കഴിയും. 2021 നമ്മൾ നാണം കെട്ട് പാകിസ്ഥാനോട് തോറ്റായിരുന്നു T20 വേൾഡ് കപ്പിൽ. അതിൽ ടോസ് കിട്ടിയ പാകിസ്ഥാൻ എന്തായാലും ബോളിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യ ഒരു 150+ സ്കോർ അവിടെ മുമ്പിലേക്ക് വെക്കുന്നു. ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ റിസ്വാനും ബാബറും കൂടെ ചേർന്ന് അവിടെ ആ സ്കോർ ചേസ് ചെയ്തു. സോ ഇവിടെ എനിക്ക് തോന്നുന്നു ടോസ് ഒരു നിർണായകമായ ഒരു ഫാക്ടർ ആയിരിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ടോസും നഷ്ടപ്പെട്ടു. ഫൈനൽ വരെ നമുക്ക് ഒരു ടോസ് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഓപ്പോസിഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞു പോയി ബാറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ബാറ്റ് ചെയ്തു. നമ്മുടെ അടുത്ത് പറഞ്ഞു ബോൾ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ പോയി ബോൾ ചെയ്തു. നമ്മൾ ആ സ്കോർ ചേസ് ചെയ്തു. സോ അന്നത്തെ ഒരു ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ മാർച്ചിലൊക്കെയാണ് ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. അന്നത്തെ ഒരു ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 25-30 ഒക്കെയാണ്. സോ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ എൻ്റെ ഡിഫറൻ്റ് ആണ്. ഒരു 40 എബോവ് ഉണ്ട്. സോ ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചിൽ കൂടുതൽ സ്പിന്നിന് ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. UAE പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമുള്ള മത്സരത്തിൽ സ്പിന്നിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഒരു ബോളിംഗ് പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് സ്പിന്നർമാരാണ്. നൂർ അഹമ്മദ് ആയാലും റാഷിദ് ആയാലും മുഹമ്മദ് നവാസ് ആയാലും എല്ലാം സ്പിന്നർമാർ നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു റോൾ വഹിക്കുന്നുണ്ട്. ഒരു സ്പിൻ പിച്ചായിരിക്കും. ടോസ് ഒരു നിർണായക ഫാക്ടർ തന്നെ ആയിരിക്കും UAE-ലും അബുദാബിയിലും. ഇനി ഇന്ത്യൻ ടീമിനോട് വരുവാണെങ്കിൽ 2023 ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരാണ് ഏഷ്യ കപ്പിലെ ഇന്ത്യൻ ടീം. T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ് നമ്മൾ. T20 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ ക്രിക്കറ്റ് കളിക്കുന്നു. സൂര്യകുമാർ യാദവിന്റെ കീഴിലായാലും ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിലായാലും. ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ നമ്മൾ സിംബാബ്വെ തോൽപ്പിച്ചു. 5 കളി 4 കളിയും സിംബാബ്വെ നമ്മൾ പരാജയപ്പെടുത്തി. നമ്മൾ ശ്രീലങ്കയിൽ പോയി സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ശ്രീലങ്കയെ വൈറ്റ് വാഷ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കയെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. സീരീസ് വിജയിക്കാൻ കഴിഞ്ഞു. ഇംഗ്ലണ്ടിനെ ബാസ്ബോൾ കളിക്കുന്ന ഇംഗ്ലണ്ടിനെ നമ്മുടെ നാട്ടിലോട്ട് വിളിച്ചു വരുത്തി ഫ്യൂസ് ഊരി നമ്മൾ പറഞ്ഞു വിട്ടു. നമ്മളൊരു പുതിയൊരു ടീമിനെ ഫോം ചെയ്തു. രോഹിത് ശർമ്മ ടീമിന് പുറത്തേക്ക് പോകുന്നു, വിരാട് കോഹ്ലി ടീമിന് പുറത്തേക്ക് പോകുന്നു, രവീന്ദ്ര ജഡേജ ടീമിന് പുറത്തേക്ക് പോകുന്നു. നമ്മളൊരു പുതിയൊരു ടീമിനെയൊക്കെ ഫോം ചെയ്ത് നോക്കുകയാണെങ്കിൽ അസാധാരണമായ രീതിയിൽ ആദ്യത്തെ ബോൾ മുതൽ അവസാനത്തെ ബോൾ വരെ അടിച്ചു കളിക്കാൻ കഴിവുള്ള പ്ലേയേഴ്സിനെയാണ് നമ്മൾ ടീമിലേക്ക് ഇട്ടേക്കുന്നത്. സോ കപ്പിൽ കുറഞ്ഞൊന്നും ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇന്ത്യൻ ടീമിന്റെ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ശുഭ്മൻ ഗിൽ എന്നൊരു പ്ലെയർ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു. ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കാൻ കഴിയുന്ന, ഡബിൾ സിംഗിൾ എടുക്കാൻ കഴിയുന്നത്, ബൗണ്ടറി എടുക്കാൻ കഴിയാവുന്ന അല്ലെങ്കിൽ 6 അടിക്കാൻ കഴിയാവുന്ന ഒരു ആങ്കർ ഇന്നിങ്സ്, ഏകദേശം വിരാട് കോഹ്ലിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ശുഭ്മൻ ഗിൽ. പിന്നെ അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോൾ തൊട്ടേ അടിച്ച് കളിക്കാൻ കഴിവുള്ള ഒരു ബാറ്റർ. പിന്നെ തിലക് അല്ലെങ്കിൽ സഞ്ജു, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, ശിവൻ ദുബെ. ബോളിംഗ് നോക്കുകയാണെങ്കിൽ സാക്ഷാൽ ബുംറയുണ്ട്, അഷ്ദീപ് ഉണ്ട്, മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി ഉണ്ട്, ലെഗ് സ്പിന്നറായ കുൽദീപ് ഉണ്ട്. സോ നോക്കുവാണെങ്കിൽ സ്ട്രോങ് ടീം തന്നെയാണ്. എന്തെങ്കിലും ഒരു ബാഡ് ഡേ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ പരാജയപ്പെടാം. അല്ലാതെ നോക്കുവാണെങ്കിൽ 8 വരെ നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ്. അനായാസം ഒരു സ്കോർ സെറ്റ് ചെയ്യാനും ഒരു സ്കോർ ചേസ് ചെയ്യാനും എനിക്ക് തോന്നുന്നു ഈ ടീമിന് കഴിയും. ഈ ടീമിനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി പ്ലേയേഴ്സിലോട്ട് വരുവാണെങ്കിൽ ശുഭ്മൻ ഗില്ലിന്റെ 2020 വരവ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. സ്ട്രൈക്ക് റേറ്റ് ഇപ്പം ടീം കളിക്കുന്ന ഒരു സ്ട്രൈക്ക് റേറ്റ് എല്ലാവരും 150 മേലിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളവരാണ്. എന്നാൽ ശുഭ്മൻ ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2020 150 താഴെയാണ്. എന്നാൽ റീസെന്റ് നടന്ന IPL ഏകദേശം 155 സ്ട്രൈക്ക് റേറ്റ് കളിച്ച ഒരു പ്ലെയറാണ്. എന്തുകൊണ്ട് നല്ലൊരു പ്ലെയറാണ്. ഇംഗ്ലണ്ടിൽ പോയി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇതുവരെ സേന കൺട്രിയിൽ പോയിട്ട് ഒരു 100 എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ 200 എടുക്കുന്നു, 150 എടുക്കുന്നു, 100 എടുക്കുന്നു, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതിന്റെ അവാർഡ് BCCI കൊടുക്കുന്നു. അതാണ്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ടീമിലേക്ക് കൊണ്ടുവരുന്നു. വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവന്ന ബെഞ്ചിൽ ഇരുത്താൻ പറ്റത്തില്ലല്ലോ. സോ ടീമിലേക്ക് കൊണ്ടുവരുന്നു. സോ ശുഭ്മൻ ഗില്ലിന്റെ ഒരു പ്രോബ്ലം പരിശോധിക്കുകയാണെങ്കിൽ സ്പിന്നിനെതിരെ വലിയൊരു റെക്കോർഡല്ല ശുഭ്മൻ ഗില്ലിനുള്ളത്. സ്പിൻ ഫ്രണ്ട്ലി ആയൊരു പിച്ചില് ശുഭ്മൻ ഗില്ലിന്റെ ബാറ്റിംഗ് വളരെ നിർണായകമായിരിക്കും. ശുഭ്മൻ ഗില്ലിന്റെ ഒരു ആങ്കർ റോള് വളരെ നിർണായകമായിരിക്കും. പ്രാക്ടീസ് മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ശുഭ്മൻ ഗില്ലിന്റെ തനിയായ സ്റ്റൈലിൽ കളിക്കുന്നു. എനിക്ക് തോന്നുന്നു ടീം മാനേജ്മെന്റ് ശുഭ്മൻ ഗില്ലിനോട് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ സ്റ്റൈലിൽ കളിച്ചാൽ മതി. ഒരു ആങ്കർ ഇന്നിങ്സ്, ഡബിൾ, സിംഗിൾ, 4 അല്ലെങ്കിൽ 6 അടിക്കാൻ കഴിയുമ്പോൾ 6 അടിച്ച് സ്കോറിനെ മുമ്പോട്ട് കൊണ്ടുപോവുക, വിക്കറ്റ് കളയാതിരിക്കുക. അതാണ് തോന്നുന്നു ശുഭ്മൻ ഗില്ലിന് കിട്ടിയ
റോള്. സോ ടെസ്റ്റിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് 2020 നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കുന്നു ശുഭൻ ഗില്ലിന്. സോ അഭിഷേക് ശർമ്മ, എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ശുഭൻ ഗില്ലും അഭിഷേക് ശർമ്മയും തന്നെ ആയിരിക്കാം ഓപ്പൺ ചെയ്യുക. അഭിഷേക് ശർമ്മ ഫോമിലാണെങ്കിൽ എതിർ ടീമിന് കഷ്ടകാലം തന്നെ ആയിരിക്കും. ആദ്യം മുതൽ ഒരു 6, 7, 10 ഓവറൊക്കെ അഭിഷേക് ശർമ്മ ഗ്രീസിൽ ഉണ്ടാവുകയാണെങ്കിൽ ഓടിനെ അതിവേഗത്തിൽ കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ തന്നെയാണ് അഭിഷേക് ശർമ്മ. നല്ലൊരു ചോയ്സ് തന്നെയാണ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗിൽ. സോ നമ്പർ 3 വരുവാണെങ്കിൽ ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ് സഞ്ജു, തിലക് വർമ്മ. ഈ രണ്ടുപേരെ ആരെ മാറ്റിയാലും അനീതി തന്നെയാണെന്ന് പറയണം. നോക്കുവാണെങ്കിൽ രണ്ടുപേര് നല്ല രീതിയിൽ കളിക്കുന്നു, അവരുടെ തെറ്റല്ല. ആരെങ്കിലും ഒരാളെ ഉൾക്കൊള്ളാനേ കഴിയത്തുള്ളൂ, അത് രണ്ടുപേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയത്തില്ല. തിലക് വർമ്മ നമ്പർ 3 ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. ഗൗതം ഗംഭീറിന്റെ സ്റ്റൈൽ നമുക്കറിയാം, ലെഫ്റ്റ് ഹാൻഡർമാരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. തിലക് അവിടെ പുറത്തേക്ക് പോയാലും സഞ്ജു പുറത്തേക്ക് പോയാലും അനീതി തന്നെയാണ് പറയണം. നോക്കുവാണെങ്കിൽ സഞ്ജു സാംസനെ നമ്പർ 5 സെറ്റ് ചെയ്യാൻ കഴിയുമോ, അത് നമ്പർ 3 നോക്കുന്നത്. അല്ല, ഇനി സഞ്ജുവിനെ കളിപ്പിക്കണമെങ്കിൽ തിലക് വർമ്മയ്ക്ക് വെളിയിരിക്കേണ്ടതായിട്ട് വരും, സഞ്ജു സാംസൺ നമ്പർ 3 കളിക്കേണ്ടതായിട്ട് വരും. അല്ല, സഞ്ജു സാംസൺ നമ്പർ 5 സെറ്റ് ആണോ? അവിടെ പ്രാക്ടീസ് മത്സരങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ 2 ദിവസം സഞ്ജു സാംസൺ വലിയ രീതിയിൽ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. വിക്കറ്റ് കീപ്പിംഗ് ആയാലും ബാറ്റിംഗ് ആണെങ്കിൽ എല്ലാവരും ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ വരുന്നത്. പക്ഷെ ഇന്നത്തെ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുമ്പോൾ സഞ്ജു സാംസൺ തുടക്കം മുതലേ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. സോ എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ നമ്പർ 3 നമ്പർ 5 കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം. സോ തിലക് വർമ്മയെ മേ ബി നമ്പർ 3 കളിപ്പിച്ചുകൊണ്ട് സഞ്ജുവിനെ നമ്പർ 5 നമ്പർ 6 കളിപ്പിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നോക്കുമെങ്കിൽ സൂര്യകുമാർ യാദവ് സ്പിന്നർക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്, സീപ്പ് ഷോട്ടൊക്കെ കളിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്, നല്ലൊരു ക്യാപ്റ്റനാണ്, കൂളായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. സൂര്യകുമാർ യാദവിന്റെ കിരീടത്തിൽ ഒരു പുൻതൂൽ വേണം. ഏഷ്യ കപ്പ് കിരീടം ലഭിക്കുന്ന എന്തുകൊണ്ടും സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ നല്ലത് തന്നെ ആയിരിക്കും. ശുഭൻ ഗിൽ എന്ന് പറയുന്ന ഒരു വൈസ് ക്യാപ്റ്റൻ അവിടെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. സോ ഇവിടെ സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് വളരെ നിർണായകമായിരിക്കും. IPL നല്ലൊരു ഫോമിൽ തന്നെ ആയിരുന്നു, എന്നാൽ ഇടയ്ക്ക് ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നു, ഒന്ന് വിട്ടുനിൽക്കുമായിരുന്നു, പിന്നെ തിരിച്ചു വരുന്നു. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നോക്കുമെങ്കിൽ ഹാർദിക് പാണ്ഡ്യ വെറൈറ്റി ഹെയർ സ്റ്റൈലുമായിട്ടൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, നല്ലൊരു പ്ലെയർ തന്നെ. പ്രാക്ടീസ് മത്സരം നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് പോവുക അടിക്കുക, നല്ല കാണാൻ 6 അടിക്കുന്നത്. പ്രാക്ടീസ് മത്സരത്തിൽ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേനും നല്ല പടുകൂറ്റൻ 6 അടിക്കുന്നു, നല്ല ഫോമിലാണെന്നാണ് തോന്നുന്നത്. നമുക്കറിയാമല്ലോ IPL വലിയൊരു പെർഫോമൻസ് ഇല്ലായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ഒരു IPL പ്ലെയർ അല്ല, നമുക്കറിയാവുന്ന പോലെ രോഹിത് ശർമ്മയെ കൂട്ട് IPL ഒരു പ്ലെയർ അല്ല. നമുക്കറിയാം 2020 വേൾഡ് കപ്പിൽ നിർണായകമായ റോളായിരുന്നു, ചാമ്പ്യൻസ് ട്രോഫിയിൽ നിർണായകമായ റോളായിരുന്നു. ഒരു നല്ലൊരു ഓൾറൗണ്ടർ, നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഹാർദിക് പാണ്ഡ്യയുടെ കട്ടേഴ്സ് ദുബായിൽ വളരെ നിർണായകമായിരിക്കും. സോ ഹാർദിക് പാണ്ഡ്യ വളരെ കീ ഒരു റോൾ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം ടീമിന് വേണ്ടി വഹിക്കാൻ പോകുന്നത്. ഇന്ന് നോക്കുവാണെങ്കിൽ നമ്പർ 6 പിന്നെ ഒരു വെല്ലുവിളി വരുന്നത്. റിങ്കു സിംഗ് അല്ലെങ്കിൽ ശിവൻ ഡുബെ. റിങ്കുവിനെ മാറ്റിയ അതൊരു അനീതിയാണ്. റിങ്കു ആയിരുന്നു ഈ ടീമിന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2020 വേൾഡ് കപ്പ് 2024 വന്നപ്പോൾ റിങ്കുവിനെ മാറ്റുന്നു, അവിടെ ശിവൻ ഡുബെ കൊണ്ടുവരുന്നു. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിലും ശിവൻ ഡുബെയുടെ പേരാണ് കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. റിങ്കുവിന് കളിക്കാൻ അറിയാത്തതുകൊണ്ടോ റിങ്കുവിന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടോ അല്ല, ശിവൻ ഡുബെക്ക് ബോൾ ചെയ്യാൻ അറിയാം. ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണല്ലോ, 8 വരെ അല്ലെങ്കിൽ 9 വരെ ഓൾറൗണ്ടർമാരെ ഇന്ത്യ നോക്കുന്നുണ്ട്. മിനിമം ഒരു 8 വരെയെങ്കിലും വേണം. 11 പേര് ഓൾറൗണ്ടർ ആണെങ്കിൽ അത്രയും സന്തോഷം ഇന്ത്യൻ ടീമിന്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടെ റിങ്കുവിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ശിവൻ ഡുബെക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്പിന്നർമാർക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്. ദുബായിൽ നമുക്കറിയാം ഒരു സ്പിൻ പിച്ച് ആകുമ്പോഴത്തേന് ശിവൻ ഡുബെയുടെ ഒരു റോൾ വളരെ നിർണായകമായിരിക്കും. സോ എനിക്ക് തോന്നുന്നു റിങ്കുവിനേക്കാൾ കൂടുതൽ ശിവൻ ഡുബെക്ക് ഒരു അവസരം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 1-2 ഓവർ എറിയാൻ കഴിയും, നല്ല ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിയും, പ്രത്യേകിച്ച് സ്പിന്നർക്കെതിരെ. നോക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേൽ ഫിംഗർ സ്പിന്നറാണ്, നല്ലൊരു പവർ ഹിറ്ററാണ്, നല്ലൊരു ഫിനിഷറാണ്. ഏത് റോളിൽ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് അക്ഷർ പട്ടേൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക്. സോ അക്ഷർ പട്ടേൽ ഒരു കീ റോൾ തന്നെയായിരിക്കും ഏഷ്യ കപ്പിൽ. പിന്നെ നമ്പർ 8 വരുമ്പോഴത്തേനാണ് കുൽദീപ് യാദവ്. കുൽദീപ് ടീമിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നീ കുൽദീപ് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ അർഷ്ദീപ് സിംഗ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. കുൽദീപിന് എനിക്ക് തോന്നുന്നു ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചില് ഒരു ലെഗ് സ്പിന്നർ അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഫക്കർ സൽമാനൊക്കെ പാകിസ്ഥാന്റെ സ്ട്രഗിൾ ചെയ്യാറുണ്ട് കുൽദീപ് യാദവിനെതിരെ. ഒരു റിസ്ക് സ്പിന്നർ എന്തുകൊണ്ട് ടീമിൽ അത്യാവശ്യം തന്നെയാണ്. അല്ല, ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുൽദീപ് യാദവ് പുറത്തിരിക്കേണ്ടതായിട്ട് വരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് സിദ്ധാന്തമൊക്കെ വെച്ചിട്ട് നമ്പർ 8 വരെ ഓൾറൗണ്ടർമാരെ വേണം. കുൽദീപ് പുറത്തേക്ക് പോകുമെന്ന് അറിയാൻ വയ്യ, പക്ഷെ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കുൽദീപ് ടീമിൽ വേണമെന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ നമ്പർ 9 വരുവാണെങ്കിൽ
വരുൺ ചക്രവർത്തി മിസ്റ്ററി സ്പിന്നർ. ഇപ്പോഴും പലരും കളിച്ച് പഠിച്ചിട്ടില്ല വരുൺ ചക്രവർത്തി. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ടീമിന് അവരുടെ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ ഇപ്പം കളിക്കാത്തത് കൊണ്ടും ആർക്കും വലുതായിട്ട് കളിച്ച് എക്സ്പീരിയൻസ് ഇല്ല വരുൺ ചക്രവർത്തി. സോ വരുൺ ചക്രവർത്തി മിസ്റ്ററി സ്പിന്നർ വളരെ നിർണായകമായ റോൾ തന്നെ ആയിരിക്കും വഹിക്കാൻ പോകുന്നത്. പിന്നെ നമ്പർ 10, നമ്പർ 11. നമ്പർ 10 പിന്നെ അർഷദീപ് സിംഗ്. അർഷദീപ് സിംഗ് ടീമിൽ കാണുമോ അതോ ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ, ബുംറയും കൂടെ ചേർന്ന് ഫാസ്റ്റ് ബോളിംഗ് ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ മേ ബി അർഷദീപ് സിംഗ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പറയാനുള്ള കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഷാമിയും ഹാർദിക് പാണ്ഡ്യയും കൂടെ ചേർന്നാണ് ന്യൂ ബോൾ ഓപ്പൺ ചെയ്തത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ 1-2 ഓവർ ശിവൻ ദുബെയ്ക്കും ചെയ്യാൻ കഴിയും. അറിയില്ല അർഷദീപ് സിംഗ് ടീമിന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ളത്. ന്യൂ ബോൾ എറിയാൻ കഴിയാവുന്ന ഒരു ബോളറാണ്. സോ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. നമ്പർ 8 ഓപ്ഷന്റെ കാര്യത്തിൽ അർഷദീപ് സിംഗ് പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ അറിയത്തില്ല. പിന്നെ സാക്ഷാൽ ബുംറ ടീമിന്റെ ഒപ്പം ഉള്ളത് തന്നെ ഒരു പോസിറ്റീവാണ് ടീമിന്. എല്ലാ കളിയിലും ബുംറ കളിക്കത്തില്ലായിരിക്കും. ദുബായ്ക്കെതിരെ ഒമാനെതിരെയുള്ള മത്സരത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല ബുംറ കളിക്കുമെന്ന് തോന്നുന്നില്ല. മേ ബി പാകിസ്ഥാനെതിരെയുള്ള മത്സരം കളിച്ചേക്കാം. പാകിസ്ഥാൻകാർ ഇങ്ങനെ വലിയ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക, ബുംറ ഞങ്ങൾ 6 അടിക്കും. ഇതുവരെ ഒരു പാകിസ്ഥാൻകാരും ബുംറ 6 അടിച്ചിട്ടില്ലല്ലോ. സോ ഞങ്ങൾ 6 അടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻകാർ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. സോ ബുംറ ഒരു കീ റോൾ തന്നെ ആയിരിക്കും വഹിക്കാൻ പോകുന്നത്. സോ പ്ലേയിങ് 11 എന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്റെ ഒരു പ്ലേയിങ് 11 ഇതാണ്. ശുഭ്മൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും. ലഘവർമ്മ നമ്പർ 3, നമ്പർ 4 സൂര്യകുമാർ യാദവ്, നമ്പർ 5 സഞ്ജു സാംസൺ, നമ്പർ 6 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 7 അക്ഷർ പട്ടേൽ, നമ്പർ 8 കുൽദീപ്, നമ്പർ 9 വരുൺ ചക്രവർത്തി, 10 അർഷദീപ് സിംഗ്, 11 ബുംറ. സോ ഇതാണ് എന്റെ ഒരു പ്ലേയിങ് 11. ഞാൻ വിചാരിക്കുന്നു സഞ്ജു സാംസൺ ഇവരൊരു ചാൻസ് കൊടുക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വിചാരിക്കുന്നു കുൽദീപും അർഷദീപ് സിംഗും ടീമിൽ കാണും. നമ്പർ 7 വരെ ബാറ്റിംഗ് മതി എന്ന് ടീം വിചാരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ കണ്ടറിയാം 10-ാം തീയതിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് മത്സരം നടക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചയൊക്കെ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ.